പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് കാർട്ടൂൺ കാണുകയേ ചെയ്യരുത്, പിള്ളേരെ കാണിക്കുകയേ ചെയ്യരുത് എന്നൊരു മെസ്സേജ് നമ്മൾ പറയാറുണ്ട്, പലപ്പോഴും പലരോടും പറയാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് മൂവീസിൽ അതിൽ 6 അനിമേറ്റഡ് മൂവീസ് ആയിരുന്നു. അതിന്റെ അർത്ഥം നമുക്ക് ആ മൂവീസിൽ കാർട്ടൂൺ അല്ലെ അനിമേഷനെ മാറ്റാം എന്നല്ല, അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. മാം, ഇത് കാണുന്ന പേരൻസിനോട് അല്ലെ അവർക്ക് എങ്ങനെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ആദ്യത്തെ നമുക്ക് പേരൻസിനോട് സംസാരിക്കാം. മാം, എന്തായിരിക്കും മാം പറയുന്നത് പേരൻസിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കാണുമ്പോൾ? എങ്ങനെയായിരിക്കും പേരൻസ് എടുക്കേണ്ട സ്റ്റെപ്പുകൾ? ഞാൻ പറയാന്ന് പറഞ്ഞാല്, യൂഷ്വലി നമുക്ക് റിസർച്ചിൽ പറയുന്നതെന്ന് പറഞ്ഞാല്, the number of hours they see and the age at which they see, അതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ ഡ്യൂറിങ് ദ ഫസ്റ്റ് 3 years അത് ഫോർമേറ്റീവ് ഇയേഴ്സ് ആണ്. കുട്ടികളുടെ ഈ സെൻസസ് വെച്ചിട്ട് അവരുടെ ചുറ്റും നടക്കുന്ന കാര്യം അവര് അനുഭവിച്ച് പഠിക്കുക. മീൻസ് അതിനെ സെൻസ് ചെയ്ത് ഫ്രം യുവർ ഐസ്, ഇയേഴ്സ്, ഓൾ ദ സെൻസറി സിസ്റ്റംസ്, അത് നമ്മൾ എല്ലാം നമ്മുടെ പരിസരത്തുള്ളതെല്ലാം സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങൾ കണ്ടു പഠിക്കുക. മീൻസ് അതാണ് മെയിൻ ആയിട്ട്. ഓർ നമ്മുടെ ഒരു ഇംപ്രഷൻ ഉണ്ടാവും അതെന്താണെന്നുള്ളത്. അതേപോലെ പേരൻസിന്റെ വോയിസ്, അവരുടെ വീട്ടിലുള്ള വോയിസ് കേട്ടിട്ട് അതായിട്ട് പരിചയപ്പെടാം. പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല്, കുട്ടി ജനിക്കുമ്പോ തന്നെ ടിവിന്റെ അകത്തുള്ള കാർട്ടൂൺസോ പാട്ടോ മ്യൂസിക്കോ അതാണ് കേൾക്കുന്നത്. അപ്പൊ പേരൻസിന്റെ വോയിസ് ആയിട്ട് അവര് അധികം കേൾക്കുന്നുണ്ടാവില്ല. പേരൻസ് എന്താ പറയണെന്ന് പോലും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോഴാണ് നമുക്ക് ഒരു സമയം വരുമ്പോ കുട്ടികള് വെറുതെ ആ ടിവിയിൽ വരുന്ന ഭാഷ മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുക. അവർക്ക് കമ്മ്യൂണിക്കേറ്റീവ് സ്പീച്ച് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, അവര് അമ്മ അപ്പ അങ്ങനെ വിളിക്കില്ല. അമ്മേനെ കൊണ്ട് ഒരു സാധനം കാണിക്കുക, അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ABCD നന്നായിട്ട് അറിയാം, 1 to 100 ചെല്ലാൻ അറിയാം, അതേപോലെ കളേഴ്സ് അറിയാം. കാർട്ടൂണിൽ എന്തൊക്കെയാ പഠിപ്പിക്കുന്ന ആ സാധനങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് പറയണം. പക്ഷെ ഒരു അമ്മ എനിക്ക് ഫുഡ് വേണം, അല്ലെങ്കിൽ അമ്മ എനിക്ക് വെള്ളം താ, ഇത് അവർക്ക് പറയാൻ പറ്റില്ല, അത് പറയില്ല അവര്. സോ ദാറ്റ് ഈസ് ദ ബിഗ് പ്രോബ്ലം ദർ. അപ്പൊ നമ്മൾ ഫസ്റ്റ് 3 years എപ്പോഴും നമ്മളെ കുട്ടികളോട് നമ്മൾ എത്ര കൂടുതൽ ഇന്ററാക്ട് ചെയ്യണം, നമ്മളെ അതാ വേണ്ടത്. ആഫ്റ്റർ 3 years, when they know what is the real world and what is the virtual world, then they can see. അതും ആ ഒരു എന്താ പറയണ, നമ്മുടെ 3 years എല്ലാ കണക്ഷൻസും നമ്മൾ എന്താ ഫീഡ് ചെയ്യുന്ന ബ്രെയിനിൽ അതേപോലെ തന്നെയാണ് അത് വർക്ക് ചെയ്യാം. അത് കാരണം സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ആഫ്റ്റർ 3 years നമ്മുടെ കുറെ ആ സാധനങ്ങളെല്ലാം ഒന്ന് സ്ഥിരീകരിച്ച് വന്നാൽ നമുക്ക് പിന്നെ അനിമേഷൻ എന്താണെന്ന് നമുക്ക് അറിയാം. നമ്മൾ കാണുമ്പോൾ അത് എൻജോയ് ചെയ്യാം. ആൻഡ് ദാറ്റ് ക്യാൻ ബി യൂസ് ഫോർ ലേണിംഗ്. ബിക്കോസ് നമുക്കറിയാം ലേൺ ചെയ്യുമ്പോഴും അതൊരു കോമഡി ഫോമിലാവുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഗ്രാസ്പിംഗ് ആണ്. നമ്മളൊരു സീരിയസ് മൂഡിൽ വന്നിട്ട് എന്തെങ്കിലും പഠിപ്പിക്കാനിരുത്തിയാല്, അതേപോലെ നമ്മൾ കളിക്കുമ്പോഴും മാതാപിതാക്കൾ കളിക്കുമ്പോഴും ആ കളിക്കുന്നതിന്റെ ഇടയിലുള്ള സംസാരമാണ് അവർ കൂടുതൽ പിക്കപ്പ് ചെയ്യുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് അല്ലെങ്കിൽ ആക്ഷൻ കണ്ടുകൊണ്ട് അവർ കൂടുതൽ ഇത് ചെയ്യാൻ പറ്റും. മീൻസ് വിഷ്വൽസിനാണ് ഭയങ്കര കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവുന്നത്. മീൻസ് അത് നമ്മൾ ഇത് ബൈപ്പാസ് ചെയ്തിട്ട് ആ വിഷ്വൽസ് കൊടുക്കുമ്പോൾ അത് മാത്രമായി മാറുന്നതാണ്. പക്ഷെ അത് ആ വിഷ്വൽസ് നമ്മളിപ്പം 3 years വരെയാണ് നമ്മൾ അത് കാണിക്കേണ്ടെന്ന് പറയുന്നത്. 3 years കഴിഞ്ഞാൽ അവർക്ക് കാണാനുള്ള കണ്ടന്റ്സ് ഉണ്ട്. അതേപോലെ അവർക്ക് അത് യൂസ് ചെയ്യാം ലേണിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പൊ കളേഴ്സിന് വേണ്ടിയിട്ട് അവർക്ക് 3 years കഴിഞ്ഞാൽ ആണ് കളർ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് നോട്ട് എ ബാഡ് ഐഡിയ. പക്ഷെ നമ്മളിപ്പം ഫുൾ ടൈം ഒരു 4 or 5 hours ഇതിന്റെ മുന്നിൽ തന്നെ, അത് തന്നെയല്ല റിപ്പീറ്റഡ്ലി അത് തന്നെയാണ് അവർ കാണുന്നത്. ഇപ്പൊ കോക്കോമെലൺ എന്നൊക്കെ പറഞ്ഞാല് അവര് റിപ്പീറ്റഡ്ലി അതെന്നെ കണ്ടുകൊണ്ടിരിക്കും റൈംസ്. അപ്പൊ അവര് ആ റൈംസ് പാടിക്കൊണ്ട് നടക്കും. അവര് നന്നായിട്ട് ചിലപ്പോൾ പാടും, പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അതുപോലെ പറയാറുണ്ട്, പേരൻസ് പറയാറുണ്ട്. എന്റെ ചിലപ്പം നമ്മുടെ മക്കളൊക്കെ കാണുന്നത്, എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ കാണുന്ന കുറെ കാർട്ടൂൺസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ചിലതൊക്കെ അവരുടെ സ്ലാങ്, ചിലപ്പോൾ അവരുടെ ആക്സെന്റ് ഒക്കെ ഡിഫറെന്റ് ആക്സെന്റ് ആയിട്ട് അവര് പറയാറുണ്ട് ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ. ആക്സെന്റ് പഠിക്കാൻ വളരെ നല്ല സാധനമാണ് അത്. ബിക്കോസ് ദേ വിൽ ഗെറ്റ് റിയൽ അമേരിക്കൻ ആക്സെന്റ് ഓർ വെസ്റ്റേൺ ആക്സെന്റ്. അതിൽ നന്നായിട്ട് അവർക്ക് കിട്ടും. പക്ഷെ അത് ഒരു പെർട്ടിക്കുലർ ഏജില് നമ്മളത്
കുറച്ചായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന 6 months ഉള്ള കുട്ടിയും ഫുൾ ടൈം ഇരുന്ന് ഫോണും മൊബൈലും വെച്ചിരിക്കുന്ന ആ ഒരു സാധനം ആണ് നമ്മൾ പറയുന്ന അവോയ്ഡ് ചെയ്യാൻ